ഇറാനും ഇസ്രായേലും തമ്മിൽ അടുത്തിടെ ഉണ്ടായ 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇറാനും അമേരിക്കൻ സൈന്യവും തമ്മിൽ ഒമാൻ ഉൾക്കടലിൽ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനിയൻ സമുദ്ര അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ USS ഫിറ്റ്സ്ജെറാൾഡ് എന്ന യുദ്ധക്കപ്പലിനെ ഇറാൻ നാവികസേനയുടെ ഹെലികോപ്റ്റർ തടഞ്ഞതായും തുടർന്ന് അമേരിക്കൻ കപ്പൽ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയതായും ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ഈ സംഭവം ഗൾഫ് മേഖലയിലെ പിരിമുറുക്കം വീണ്ടും വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുകയും ചെയ്യുന്നു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. തന്ത്രപ്രധാനമായ ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ സമുദ്ര അതിർത്തിയിലേക്ക് USS ഫിറ്റ്സ്ജെറാൾഡ് എന്ന US യുദ്ധക്കപ്പൽ കടന്നു കയറാൻ ശ്രമിച്ചു. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അഥവാ സമുദ്ര അതിർത്തി ലംഘിക്കുന്നത് ഗുരുതരമായ പ്രകോപനമായി കണക്കാക്കപ്പെടുന്നു. ഈ നീക്കം ഇറാൻ നാവികസേനയുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഉടൻ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അമേരിക്കൻ കപ്പലിന്റെ നീക്കം തിരിച്ചറിഞ്ഞ ഇറാൻ നാവികസേന സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഒരു ഹെലികോപ്റ്റർ അവിടേക്ക് അയച്ചു. US യുദ്ധക്കപ്പലിന് മുകളിലൂടെ വളരെ താഴ്ന്നു പറന്ന ഇറാനിയൻ ഹെലികോപ്റ്റർ തങ്ങളുടെ സമുദ്രാതിർത്തി കടക്കരുതെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി. സാധാരണയായി ഇത്തരം സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ റേഡിയോ സന്ദേശങ്ങളിലൂടെയാണ് നൽകുന്നത്.